ഈ ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ വികൃതികൾ കണ്ടാൽ എങ്ങനെ പറയാതിരിക്കും? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നെ തിരുത്താൻ നോക്കും. ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരാണെന്നും വരെ പറഞ്ഞു വെക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും, പറഞ്ഞിട്ടേ പോകും. ഇന്നലെ നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞ വാക്ക് കടമെടുത്തതാ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് ദൈവത്തെ ആരാധിക്കുവാണോ അതോ വല്ല ഡിസ്കോ ഡാൻസോ ക്യാബറ ഡാൻസുമാണോ? സംശയം കൊണ്ട് ചോദിച്ചതാ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എന്നെ പൊക്കാലയിടരുത്. എന്തിനാടേ ഈ ഉടായ്പകളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? പണ്ടുള്ള പാസ്റ്റർമാരും ദൈവദാസന്മാരും ഒക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് തിരക്കി നോക്ക്. വയറ്റിപ്പിഴപ്പിന് വേണ്ടി എന്ത് കൂത്താട്ടവും ചെയ്യാമെന്ന അവസ്ഥയായി. ആളുകളുടെ പോക്കറ്റിലിരിക്കുന്ന പണവും പണ്ടവും അടിച്ചു മാറ്റാൻ ഇതുപോലെയുള്ള പല പണികളും കാണിക്കും. ഇതൊക്കെ കാണിച്ചെങ്കിലേ തൊട്ടു വീഴൂ. എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ചതുപോലെ ഇപ്പോൾ പെന്തക്കോസ്ത് സഭകളിൽ 3 തരത്തിലുള്ള ആത്മാവാണുള്ളത്. 1 ഇമോഷണൽ സ്പിരിറ്റ്, 2 ഈവിൾ സ്പിരിറ്റ്, 3 ഹോളി സ്പിരിറ്റ്. ഇമോഷണൽ സ്പിരിറ്റ് അത് മനുഷ്യന്റെ വൈകാര്യതയെ വാക്കുകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും അവരുടെ മനസ്സിനെ കയ്യിലെടുക്കും. ഡ്രംസിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ചാടുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ദൈവികമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇളക്കി ആരാധിപ്പിക്കുക. ഈവിൾ സ്പിരിറ്റ് എന്നത് വ്യാജ പ്രവചനം, ദർശനം, ബാബു എന്ന വ്യക്തി വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള പ്രവചനം. പിന്നെ റോക്കറ്റ് വെള്ളത്തിൽ കൂടെ പോകുന്നതും കപ്പൽ ആകാശത്തു കൂടെ പോകുന്നതുമൊക്കെയായ ദർശനങ്ങൾ, ദൂതൻ തേൻകുപ്പിയുമായി നിൽക്കുന്ന കാഴ്ച, ഇതെല്ലാമാണ് ഈവിൾ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ ഒന്നാമത് സ്നേഹം, സന്തോഷം, സമാധാനമുണ്ട്. എല്ലാവരോടും സ്നേഹം, എന്നെ ഉപദ്രവിക്കുന്നവരോടും സ്നേഹം. ഇത് 3ഉം വ്യക്തിപരമായി നമ്മൾ കാക്കേണ്ടതാണ്. അതുപോലെ ദീർഘക്ഷമത, പരോപകാരം, ദയ, ഇത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യേണ്ടതാണ്. എന്നെ ഉപദ്രവിച്ചവരോടും എന്നെ അവമാനപ്പെടുത്തിയവരോടും എനിക്ക് ദീർഘക്ഷമയും അവരോട് ദയയും ഉണ്ടാക്കണം. അതുകൂടാതെ പരോപകാരവും കാണിക്കണം. അതുപോലെ ജീവിതത്തിൽ സ്വകാര്യമായി നമ്മൾ കാണേണ്ടത് വിശ്വസ്തതയും സൗമ്യതയുമാണ്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, സൗമ്യത ഉള്ളവരായിരിക്കണം. അതിൽ നിന്ന് താഴ്മ ഉളവാക്കുന്നു.
ഇന്ന് അനുഭവിക്കുന്ന ആത്മീയമായ ഉണർവും വിശ്വാസത്തിന്റെ വെളിച്ചവും പഴയ തലമുറയിലെ ഭക്തന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ്. ഓർമ്മ വേണം. പഴയ തലമുറയുടെ ആത്മീയ തീഷ്ണതയുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ കാലത്തെ ആരാധനാ രീതികളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2 തലമുറ മുൻപുള്ളവർ കഷ്ടപ്പാടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് വിശ്വാസം മുറുകെ പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വേരുകൾ ആഴമുള്ളതായിരുന്നു. എന്നാൽ പുതിയ തലമുറയിൽ പലപ്പോഴും പണമുണ്ടാക്കുക എന്ന ഘടകത്തിനാണ് പ്രാധാന്യം. ആത്മീയ അച്ചടക്കത്തെക്കാൾ ഉപരിയായി താൽക്കാലികമായി സന്തോഷം നൽകുന്ന പാർട്ടികളിലേക്കും ആഘോഷങ്ങളിലേക്കും വിശ്വാസം വഴിമാറുന്നത് അപജയമായി തന്നെ കണക്കാക്കണം. ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ അഭ്യസിക്കാത്തത് മൂലമാണ് ദൈവത്തിന്റെ സഭയിൽ ഇപ്രകാരമുള്ള ആരാധനകളിലേക്ക് ജനം ചെന്നിരിക്കേണ്ടി വരുന്നത്. പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലാണ്. ആ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ശബ്ദ കോലാഹലങ്ങൾ അതില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂജൻ പാസ്റ്റർമാർക്ക് സാധിക്കുന്നില്ല. ദൈവത്തെ രഹസ്യത്തിലിരുന്ന് ആത്മാവിൽ മനസ്സുകൊടുത്ത് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര സുവിശേഷകർ നമുക്കിടയിലുണ്ട്. ദൈവവുമായി വലിയ ബന്ധത്തിൽ ആത്മാവിൽ ആരാധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശബ്ദ കോലാഹലങ്ങളിലൂടെ ദൈവത്തെ ആരാധിച്ച് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ആരാധന അത് അവസാനിപ്പിക്കണം. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന അന്യഭാഷ പറയുന്നത് നിർത്തണം. എല്ലാം ദൈവമായി രഹസ്യത്തിൽ ചെയ്യണം. ഇന്നത്തെ DJ പാർട്ടികൾ പലപ്പോഴും ക്ലബ്ബ് സംസ്കാരത്തിന് സമാനമായ രീതിയിലാണ് നടക്കുന്നത്. വെളിച്ച വിന്യാസങ്ങളും ഉയർന്ന ശബ്ദത്തിലുള്ള ബീറ്റുകളും ഒരു ആത്മീയ അന്തരീക്ഷത്തിന് പകരം ഒരു DJ പാർട്ടിയുടെ മൂഡാണ് സൃഷ്ടിക്കുന്നത്. ആരാധനാലയങ്ങളിൽ കാണിക്കേണ്ട ഭയഭക്തിയും ബഹുമാനവും ഇല്ലാതാകുന്നത് ആത്മീയ തകർച്ചയുടെ ലക്ഷണമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, പറഞ്ഞു എന്ന് മാത്രം.